മകൻ കല്യാണം കഴിച്ചോളും എന്ന് വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച ജോസ് തെറ്റയിലിന്റെ നല്ല നാളുകളാണ് കടന്നുവരുന്നത്. ഹൈക്കോടതി കേസു തന്നെ റദ്ദാക്കി കളഞ്ഞു. പരാതിക്കാരി മാലാഖയല്ലെന്നും വിധിച്ചിരിക്കുന്നു. പണ്ട് ആ VSന്റെ വാക്ക് കേട്ട് രാജിയെങ്ങാനും വച്ചിരുന്നെങ്കിൽ പെരുവഴിക്കായനെ. കോടതി തുണച്ചതിന്റെ ആഹ്ലാദവും ഓർമ്മകളുടെ ഭാരവും പേറി ഇതാ തെറ്റയിൽ. വിധി ആശ്വാസകരമാണ്, പക്ഷെ ആഹ്ലാദമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡാമേജ് ഈ കേസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കലി, പേഴ്സണലി, പിന്നെ കുടുംബം ഒക്കെ തന്നെ വളരെയേറെ വിഷമത്തിലായ ഒരു ഘട്ടമാണ്. അതിൽ നിന്നൊരു മോചനം ലഭിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് വളരെ കൃത്യമായി വിലയിരുത്തി കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട, അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി. കാശ് ഞങ്ങൾ കൊടുത്തേക്കാം. സംസാരിച്ചു കഴിഞ്ഞപ്പോ നടത്താം ഓഗസ്റ്റ് ആവട്ടെ, അപ്പൊ ഇവളുടെ പേപ്പറുകൾ ശരിയായി വരട്ടെ എന്നുള്ള അരമനയിൽ നിന്ന് ഓഗസ്റ്റിൽ നടത്താന്ന് പറഞ്ഞ ആൾ ഇപ്പൊ എന്തോ പിന്തിരിഞ്ഞ മാതിരി സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും കോടതി വിശദമായി കണക്കിലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഈ കോടതിയുടെ വിധിയിലുള്ള വിശ്വാസം എനിക്കൊരു ആശ്വാസമാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കോടതിയെ എന്നും ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം കോടതി ഈയുടെ ഒരു ഭാഗമായി വർഷങ്ങളായിട്ട് ജീവിച്ച ഒരാളെന്ന നിലയിൽ എൻ്റെ പൊതുജീവിതത്തിൻ്റെയും ഭാഗം അത് തന്നെ. അതിനെല്ലാം ഒരിക്കലും ഞാനൊരു അപമര്യാദയായി പെരുമാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇത്തരത്തിലുള്ള കൃത്രിമമായ ആക്ഷേപങ്ങൾ, കൃത്രിമമായ തെളിവുകൾ ഒക്കെ ഉണ്ടാക്കി എന്നുള്ളത് കോടതി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് വക്കീൽ പറഞ്ഞത്. ഇരിക്കട്ടോ. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, എന്നാലും ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ? പലിശക്കല്ലാതെ ഭയങ്കര തമാശക്കാരല്ലേ. എനിക്ക് തമാശ വലിയ ഇഷ്ടമാണ്. ഇരിക്കട്ടോ. അവരാദ്യം പോവേണ്ടത് അവരുടെ മനസാക്ഷിയുടെ കോടതിന് മുമ്പിലാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ. അവർ അപ്പീൽ കൊടുക്കേണ്ടത് ഈ 2 സ്ഥലത്താണ്. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസാക്ഷിക്ക് വിരുദ്ധമായി അവർ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതവർക്ക് ബോധ്യപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുക വഴി അവർ എന്താണ് നേടിയതെന്ന് എനിക്കറിയില്ല. ഏത് മുക്കിലും മൂലകളാണെങ്കിൽ തന്നെയും നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലും അവൻ്റെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നല്ല വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ കോടതി ആദ്യമേ തൊട്ട് ഞാൻ നിഷ്കളങ്കിയല്ല മാലാഖിയല്ല എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഞാൻ മനസ്സിലായി എനിക്ക് അനുകൂലമായിട്ട് വിധി കിട്ടൂല എന്ന്. പിന്നെ ശ്രീ ജോസ് തെറ്റയിൽ ഒരു MLA യും
രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനം അദ്ദേഹം ഹൈക്കോടതിയിൽ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും, രണ്ട് കോടതിയിലുള്ള ജഡ്ജിനും വക്കീലന്മാരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അവരുടെ ആവശ്യം എന്നെ ആക്ഷേപിക്കലാണെങ്കിൽ അവർ ഒരു പരിധിവരെ അവർ വിജയിച്ചു തന്നെ അവർക്ക് അവകാശപ്പെടും. മറിച്ച് അവരെ മനസാക്ഷിയുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും അവർ പരാജിതയായിരിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയം. ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനമൊക്കെ എപ്പോഴെങ്കിലും കൂടിയാലായി. അതുവരെ മണ്ഡലത്തിൽ പുതിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നാണ് തെറ്റേലിൻ്റെ പ്രതീക്ഷ. എന്തായാലും തെറ്റേൽ സോഷ്യലിസം രാഷ്ട്രീയമായും നിയമപരമായും വിജയിച്ചു. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് വിമാനത്താവള ആക്രമണം. ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ വിമാനത്താവളവും നിഷേധിച്ചിരിക്കുകയാണ്. ഇറക്കി വിടാൻ